ഇജ്ജാതി ദുരന്തം ടീമിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇജ്ജാതി ദുരന്തം ടീം എന്താ പറയേണ്ടതെന്ന് അറിയാം. ചിലപ്പം വീഡിയോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ തെറി വരെ പറയാൻ തോന്നുന്നു. അത്തരത്തിലുള്ള എന്താ പറയാ, ഒരു വിജയിക്കേണ്ട മത്സരം, അതായത് കിട്ടേണ്ട പോയിന്റ് കൊടുത്തു. കഴിഞ്ഞ കളി ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു, കഴിഞ്ഞ കളിയും ഡൽഹിക്ക് കൊടുത്ത പോലായിരുന്നു. കഴിഞ്ഞ കളി വിജയിച്ച കളിയാണ്. ആ കളിയും ഫിനിഷർമാരെ ഇട്ടിട്ട് കോളാക്കി. ഇന്ന് ദപ്പ ഹിറ്റ്മാർക്കും ജുറലിനും മുതൽ ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല. അതുപോലെ ശിവൻ ഡൂബക്കും ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, രാജസ്ഥാൻ റോയൽസിൽ ഒരു നല്ല ഫിനിഷറുടെ അഭാവം ഉണ്ട്. വേറെ ടീമുകൾക്ക് ഒരുപാട് വിദേശ ഓൾറൗണ്ടർമാരും വിദേശ ഹിറ്റർമാരും, നമ്മളൊരു ഹിറ്റ്മാരെ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി ഹിറ്റ്മാർ കളിക്കുന്നില്ല, 2 കളിയായിട്ട് അത്ര നല്ല കളിയില്ല. വേറെ റീപ്ലേസ്മെന്റ് ടീമിലുണ്ടോ? ഇല്ല. കിട്ടേണ്ട പോയിന്റ് ആണ് വെറുതെ ലക്നൌക്ക് ഫ്രീ ആയിട്ട് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. വെരി ഡിസപ്പോയിന്റ്മെന്റ് ടുഡേ പെർഫോമൻസ് രാജസ്ഥാൻ റോയൽസ്. വെരി ഡിസപ്പോയിന്റ്മെന്റ്. എന്താ പറയേണ്ടതല്ല. കാരണം ഒരു അത്രയും മികച്ച സ്റ്റാർട്ട്, അതായത് ഒരു 150+ സ്കോർ ചേസ് ചെയ്യാനാണെങ്കിൽ രാജസ്ഥാൻ റോയൽസ് വളരെ മികച്ച സ്റ്റാർട്ട് വൈഭവ് സൂര്യവംശിയും ജയ്സ്വാളും കൊടുത്തു. വളരെ മികച്ച സ്റ്റാർട്ട്. ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ കളിയിൽ സഞ്ജു സാംസൺ ജയ്സ്വാളും ടോപ്പ് ഓർഡർ പ്ലേയേഴ്സ് അവർ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ മിഡിൽ ഓർഡർ വെറും വായക്കളി കളിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു ഐഡിയയും കിട്ടുന്നില്ല. കാരണം വൈഭവ് സൂര്യവംശിയും ജയ്സ്വാളും വളരെ മികച്ച തുടക്കം നൽകി. പരാഗിന്റെ കളിയൊക്കെ എന്താ പറയാ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, അവസാനം വരെ വെച്ച് പോവരുത്. അവസാനം വരെ വെച്ച് പോയി കഴിഞ്ഞാൽ ഈ കളി പോവും. കാരണം അവസാനം പെട്ടെന്ന് ഫിനിഷ് ചെയ്യേണ്ട കളിയാണ്. ഇത്രയും എത്തിച്ച് തൊയഞ്ഞ് എത്തിച്ച് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒരു വെറുതെ എന്താ പറയുക, പോയിന്റ് കൊടുത്ത പോലെ എനിക്ക് തോന്നിയിട്ടില്ല. വെറുതെ പോയിന്റ് കൊടുത്ത പോലെയാണ്. രാഹുൽ ദ്രാവിഡ് എന്ത് അതായത് നമ്മുടെ ഇതിന്റെ സമയത്തിന് IPL ഓപ്ഷന്റെ സമയത്തിന് ഞാൻ പല സമയത്തും പറഞ്ഞു, നമുക്ക് നല്ലൊരു ഫിനിഷർ ഇല്ല, ഇത് അതായിരുന്നു. അത് വെച്ച് സംബന്ധിച്ചൊക്കെ വീഡിയോ ചെയ്ത സമയത്തൊക്കെ എന്തോരം നെഗറ്റീവ് കമന്റുകളായിട്ട് ആളാണ് ഞാനെന്നറിയോ. ഇപ്പോൾ സത്യമായില്ലേ പെർഫോമൻസ്. ഇനി ബോളർമാരുടെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡീസന്റ് ആയി തുടക്കം തുടങ്ങിയെങ്കിലും കഴിഞ്ഞ കളിയിൽ പോലെ തന്നെ അവസാന സമയത്ത് സന്ദീപ് ശർമ്മ ഇന്നത്തെ കളിയിൽ അടി വാങ്ങി. അതിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. എന്ത് പറയേണ്ടതല്ല. വെരി ഡിസപ്പോയിന്റ്മെന്റ്. ഈ ടീം ഈ വർഷം ഒന്നും എവിടെ എത്താൻ പോകുന്നില്ല. ഈ പോക്കാണ്. കാരണം 8 കളി കഴിഞ്ഞു. ഈ കളിയും വിജയിക്കേണ്ടതായിരുന്നു. വെറുതെ കൊടുത്തു. വെറുതെ ഋഷഭ് പന്തിന്റെ ടീമിന് പോയിന്റ് ദാനം നൽകിയമാരാ ഞാൻ പറയുന്നത്. പിന്നെ റിയാൻ പരാഗിനെ കണ്ടല്ല, റിയാൻ പരാഗിന്റെ പെർഫോമൻസ്. കാരണം 39 റണ്ണേ ഒരു ക്യാപ്റ്റനാണ് ഒരു ഫിനിഷ് ചെയ്ത് കളി വിജയിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. അത് പരാഗ് കാണിച്ചില്ല. നിതീഷ് റാണയ്ക്ക് ഫോം മികച്ച കളി. നിതീഷ് റാണ കളിച്ച് ചിലപ്പോൾ കളിക്കും, ചിലപ്പോൾ കളിക്കില്ല. വിശ്വസിക്കാൻ പറ്റില്ല. ഏതായാലും വെരി ഡിസപ്പോയിന്റ്മെന്റ് പെർഫോമൻസ്. വെരി ഡിസപ്പോയിന്റ്മെന്റ്. ഏതായാലും ഇന്നത്തെ മത്സരവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോക്ക് താഴെ കമന്റ് ആയി രേഖപ്പെടുത്തൂ.